I welcome everyone to Epi Section YouTube channel. ദൈവം നമുക്ക് എല്ലാവർക്കും വീണ്ടും മറ്റൊരു പാഠം പഠിക്കുവാനായിട്ട് അവസരം നൽകിയിരിക്കുകയാണ്. നാം ഏതാണ്ട് 3 ക്വാർട്ടർ കഴിഞ്ഞു. 4ാമത്തെ ക്വാർട്ടറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ഈ ക്വാർട്ടറിൽ പഠിക്കുവാനായിട്ടുള്ള പാഠം മെയിനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ കഴിച്ച ക്വാർട്ടറിൽ മാർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ചാണ് പഠിച്ചത്. വളരെ വിശാലമായി നമുക്കത് പഠിക്കുവാനായിട്ട് സാധിച്ചു. അത് നമ്മുടെ എല്ലാവരുടെയും ആത്മീക വർധനയ്ക്ക് ഉതകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു പുതിയ ക്വാർട്ടറിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ക്വാർട്ടറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാം യോഹന്നാൻ്റെ സുവിശേഷത്തെ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. വളരെ മനോഹരമായ പാഠങ്ങളാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. യോഹന്നാനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ക്രിസ്തു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ എന്നൊരു പേര് യോഹന്നാന് ഉണ്ട്. യോഹന്നാൻ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുകയും അനുഭവിക്കുകയും കാണുകയും ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായങ്ങളിൽ വളരെ മനോഹരമായി ആഴത്തിൽ പ്രതിപാദിക്കുകയാണ്. ഇന്നത്തെ പാഠത്തിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് വഴി സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ. വഴി സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ. നാം ഒക്കെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അനേകം അടയാളങ്ങൾ കാണാറുണ്ട്. സൈൻ ബോർഡ്സ്. ഒരു സ്കൂളിൻ്റെ സമീപത്ത് എത്തുമ്പോൾ ഒരു കുട്ടി അവൻ്റെ പുറത്ത് ബാഗും ഏന്തിക്കൊണ്ട് ഓടുന്നതായ ഒരു ചിത്രം ത്രികോണത്തിൽ നാം കാണാറുണ്ട്. അത് സൂചിപ്പിക്കുന്നത് അത് കഴിഞ്ഞാൽ മുൻപോട്ട് പോകുന്നിടത്ത് സ്കൂളുണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ നിരവധി അടയാളങ്ങൾ അപ്രകാരം നാം കാണാറുണ്ട്. റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സൈൻ ബോർഡ്, ഒരു പാലം മുൻപിലുണ്ടെങ്കിൽ അതിന് മുൻപിലായി തരുന്ന അടയാളങ്ങൾ. സോ ഇറ്റ്സ് എ ലാംഗ്വേജ്, എ സൈൻ ലാംഗ്വേജ്. നമ്മുടെ ഈ അടയാളങ്ങളിലൂടെ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നതായ ഭാഷയാണ് ഈ സൈൻ ബോർഡ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അത് കാണുമ്പോൾ പ്രത്യേകിച്ചും വാഹനങ്ങൾ ഓടിക്കുന്നതായ വ്യക്തികൾ അവർക്ക് മനസ്സിലാകും മുൻപിൽ എന്താണുള്ളത്. അപ്പോൾ അവരുടെ സ്പീഡ് അതനുസരിച്ച് അവർ ക്രമീകരിക്കും. ഇനി ഡ്രൈവർമാർക്ക് മാത്രമല്ല, വഴിയാത്രക്കാർക്കെല്ലാവർക്കും വേണ്ടി കൊടുക്കുന്നതാണ് ഈ സൂചനകൾ. ഈ സൈൻ ലാംഗ്വേജ് സിംബൽസ്, ഇതിനെ അടയാളങ്ങളെന്നും അതേപോലെ തന്നെ സിംബൽസ്, സൂചനകൾ എന്നും പറയാം. അടയാളങ്ങൾ, സൂചനകൾ, ഇങ്ങനെ രണ്ടായിട്ട് ഇതിനെ നമുക്ക് കാണാം. നമുക്ക് ഈ ആഴ്ച നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൻ്റെ മനഃപ്പാഠവാക്യമെന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. നമുക്ക് യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് എന്തിനാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയത് എന്നുള്ളതാണ് യോഹന്നാൻ അവിടെ പറയും. എന്തുകൊണ്ട് യോഹന്നാൻ ഈ സുവിശേഷം എഴുതി? പ്രത്യേകിച്ചും 2 കാര്യങ്ങളാണ് യോഹന്നാൻ പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് യേശു ദൈവപുത്രൻ എന്ന് അറിയുവാൻ, വിശ്വസിപ്പാൻ. 2, നമുക്കെല്ലാവർക്കും ക്രിസ്തുവിൽ ജീവൻ ലഭിപ്പാൻ, നിത്യജീവൻ ലഭിപ്പാൻ. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് യോഹന്നാൻ
ഈ നടന്നതായ സംഭവങ്ങളെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് തൻ്റെ എഴുത്തിൽ ഇതിനെയെല്ലാം കാണിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശു ദൈവപുത്രൻ എന്നറിയുവാൻ. രണ്ട് എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിത്യജീവൻ പ്രാപിപ്പാൻ. ഈ രണ്ട് കാര്യം. അതുകൊണ്ട് ക്രിസ്തു അനേകം അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അനേകം അത്ഭുതങ്ങൾ ക്രിസ്തു പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ ക്രിസ്തു പ്രവർത്തിക്കുന്നത്? യോഹന്നാൻ ഇതിനെക്കുറിച്ച് ഈ അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. അടയാളങ്ങൾ, ഇതിലൂടെ ചില കാര്യങ്ങളെ തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ, അതിനുവേണ്ടിയാണ് ഒന്ന് ക്രിസ്തു ഈ അടയാളങ്ങൾ ചെയ്തത്. ഞാനൊരിക്കൽ PRDS കോളനിയിൽ അവരുടെ ഉത്സവം നടക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അതിൽ ഒരാൾ അവരുടെ കൊച്ചു തിരുമേനി എന്ന് പറയുന്ന വ്യക്തിയുടെ മൃതദേഹം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാറേ ഇത് ദൈവം ഒന്നുമായിട്ടല്ല, പിന്നെയോ ഇതുപോലെയുള്ള മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് ഇനി വരുന്ന ജനറേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അറിയുന്നതിന് വേണ്ടിയായിരുന്നു ക്രിസ്തുവിൻ്റെ പല അത്ഭുത പ്രവർത്തികളും. അത് ഒക്കെയും അടയാളങ്ങളായി മാറുകയാണ്. യേശുവിനെ മശിഹ എന്നറിയുക. രണ്ടാമതായിട്ട് വിശ്വാസത്തിൻ്റെ പ്രതികരണങ്ങളാണ് ഈ അടയാളങ്ങൾ. എന്നോട് ഞാൻ പറയാം, യേശു ക്രിസ്തു അടയാളങ്ങൾ ചെയ്തത്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്, ഒന്ന് എന്ന് പറയുന്നത് യേശുവിനെ മശിഹ എന്ന് തിരിച്ചറിയുവാൻ. രണ്ട്, ഈ അടയാളങ്ങളും അത്ഭുതങ്ങളുമൊക്കെയും വിശ്വാസത്തിൻ്റെ പ്രതികരണങ്ങൾ ആയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് പാഠത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് കാനാവിലെ കല്യാണം. കാനാവിലെ കല്യാണത്തെക്കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല. അവിടെ അത്ഭുതം നടന്നു. വീഞ്ഞില്ലാതെ വന്നു, തീർന്നുപോയി. ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. അത് അവിടെ ഒരു ആവശ്യമായിരുന്നു, അത്യാവശ്യമായിരുന്നു. അങ്ങനെ അത്യാവശ്യം ആയപ്പോൾ ക്രിസ്തു ഈ അത്ഭുതം അവിടെ ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുന്ന അടയാളമായിട്ടാണ് കാനാവിലെ കല്യാണത്തെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ കാനാവിലെ കല്യാണം ചെയ്തതായ ഈ അത്ഭുതം, ഇതും പുറപ്പാട് പുസ്തകവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ്? ഇവിടെ കാനാവിൽ ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയെങ്കിൽ അന്ന് മോശ നദിയിൽ അല്ലെങ്കിൽ നൈൽ നദിയിൽ വെള്ളത്തെ രക്തമാക്കി മാറ്റുന്നു. രണ്ടും നിറം ചുവപ്പാണെങ്കിലും ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഒരു അത്ഭുതം കാണിക്കുന്നു. അത് തൻ്റെ ദൈവീകത്വത്തെ തെളിയിച്ച് കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു. വേറെ കാരണങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. എന്നാൽ മോശ അവിടെ നൈൽ നദിയിലെ ജലത്തെ രക്തമാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ കൽപ്പനയിലൂടെയാണ്. എന്തുകൊണ്ടാണ്? ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വിമോചനത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് അവിടെ മോശ അടയാളം. അതേ മോശയിലൂടെ അല്ലെങ്കിൽ അതേ മോശയെപ്പോലെയുള്ള ഒരു പ്രവാചകൻ വീണ്ടും വരും എന്ന് ദൈവം നേരത്തെ അരുളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോശ ചെയ്ത അത്ഭുതവും പിന്നീട് കർത്താവ്
കർത്താവ് ചെയ്യുന്ന കാനാവിലെ അടയാളവും ഇത് രണ്ടും ഏതാണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരു കണക്ഷനുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അടയാളം, ക്രിസ്തു ഈ കാനാവിൽ ചെയ്ത ഈ അടയാളം എന്തുകൊണ്ട് ചെയ്തേ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഒരു ഉത്തരം പറഞ്ഞു. ഇനിയും എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളതിൻ്റെ വിവിധ വശങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ക്രിസ്തു ഇപ്രകാരം ചെയ്തത് ഈ അടയാളത്തിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയായിരുന്നു. ക്രിസ്തു ദൈവപുത്രനാണ്. തൻ്റെ മഹത്വം ഈ അടയാളത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഇനിയും ഞാൻ പറഞ്ഞു ഇത് ആദ്യത്തെ അടയാളമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ വരുവാൻ പോകുന്ന അത്ഭുത പ്രവർത്തികളുടെ ഒരു സൂചനയായിരുന്നു, ആരംഭമായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും മൂന്നാമതായിട്ട് ക്രിസ്തു മശിഹയാകുന്നു എന്ന് കാണിക്കുന്ന ആദ്യത്തെ ചുവടായിരുന്നു ഈ അടയാളം. നാലാമതായിട്ട് ക്രിസ്തുവും ഈ ഭൂമിയിലെ ജീവിതവും അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തെയാണ് അത് കാണിക്കുന്നത്. കാരണം ഈ ഭൂമിയിൽ ജനത്തിന് അത്യാവശ്യം വന്നപ്പോൾ അവരോടൊപ്പം ക്രിസ്തു ഉണ്ടായി എന്നുള്ള ആ ഒരു വലിയ മെസ്സേജാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഇനിയും ഈ സംഭവത്തിലൂടെ യോഹന്നാൻ യേശുവിനെ വിമോചകനായി ഉയർത്തിക്കാണിക്കുക, മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിനു വേണ്ടി പാരിൽ അവതരിച്ച വിമോചകനാണ് കർത്താവ് എന്ന് യോഹന്നാൻ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, കാണിച്ചു തരികയാണ്. അപ്പോൾ അങ്ങനെ ഈ അത്ഭുതങ്ങളൊക്കെയും, അല്ലെങ്കിൽ കർത്താവ് ചെയ്ത ഈ അത്ഭുതങ്ങളൊക്കെയും ഇത് കർത്താവിൻ്റെ മഹത്വം മാത്രമല്ല, ഇത് നമുക്കൊക്കെയും ഒരു പ്രചോദനമായിട്ടൂടെയാണ് നാം കാണുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഘടകമായിട്ടാണ് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അത്ഭുതങ്ങൾ എപ്പോഴും ജനശ്രദ്ധ ആകർഷിക്കും. അപ്പോൾ തീർച്ചയായും ക്രിസ്തു ഈ അത്ഭുതം പ്രവർത്തിച്ചതിലൂടെ അവിടെ ഉണ്ടായിരുന്നവരൊക്കെയും ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പിൽക്കാലത്ത് ഓരോ അടയാളങ്ങളും അവരുടെ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം കൂടുതൽ വളർന്നു വരുന്നതിന് സഹായകമായി എന്നും നമുക്ക് ഇതിലൂടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഗലീലയിലെ രണ്ടാമത്തെ അടയാളം. ആദ്യത്തെ അടയാളമാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നത്. ക്രിസ്തു അതിനുശേഷം അവിടുന്ന് പോയതിന് ശേഷം വീണ്ടും തിരികെ ഗലീലയിലേക്ക് വരുന്നു. അങ്ങനെ വീണ്ടും ഗലീലയിലേക്ക് വരുമ്പോൾ ക്രിസ്തു ചെയ്യുന്ന രണ്ടാമത്തെ അടയാളമാണ് അടുത്തത് നാം പഠിക്കുന്നത്. ഇതെന്തായിരുന്നു ഈ രണ്ടാമത്തെ അടയാളം? രണ്ടാമത്തെ അടയാളമെന്ന് പറയുന്നത് രാജഭൃത്യൻ്റെ മരിക്കാറായ മകനെ അസുഖത്തിൽ നിന്നും വീണ്ടും ജീവിതത്തിലേക്ക് ക്രിസ്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. രോഗിയായി അനേക നാളായിരിക്കണം ആ ബാലൻ രോഗം പിടിച്ച് രോഗശയ്യയിൽ കിടന്നു. ക്രിസ്തുവിനെക്കുറിച്ച് ഈ മനുഷ്യൻ കേൾക്കുകയും അങ്ങനെ ക്രിസ്തു തൻ്റെ ഭവനത്തിൽ വന്ന് അവൻ്റെ മേൽ കൈ തൊട്ടാൽ അവൻ രക്ഷപ്പെടുമെന്നുള്ള ആ വലിയ വിശ്വാസവുമായിട്ട് ഈ രാജഭൃത്യൻ ക്രിസ്തുവിൻ്റെ അരികിൽ വരുന്നതായിട്ടാണ് നാം ബൈബിളിൽ വായിക്കും. അപ്പം ഇവിടെ ക്രിസ്തുവിൻ്റെ അരികിൽ വരികയും ക്രിസ്തുവിനോട് തൻ്റെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഉന്നയിച്ചപ്പോൾ ക്രിസ്തു അല്പം പരുഷമായിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. എന്താണ്? നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്നവരോട് പറയുന്നു.
എങ്കിലും അടുത്ത നിമിഷം ക്രിസ്തു പറയുകയാണ്, പോകുക, നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ സൗഖ്യമായിരിക്കും. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഒന്ന്, ഈ മനുഷ്യൻ ക്രിസ്തു എൻ്റെ മകൻ്റെ മേൽ കൈവച്ചാൽ അവൻ സൗഖ്യം പ്രാപിക്കും എന്നുള്ള അവൻ്റെ അമിതമായ അല്ലെങ്കിൽ ഉറച്ച വിശ്വാസം, ആ വിശ്വാസമാണ് അവനെ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ ക്രിസ്തു അവൻ്റെ ബലഹീനതയെ കാണുന്നുണ്ട്. എങ്കിലും അതിലപ്പുറത്തായിട്ട് അവൻ്റെ വിശ്വാസത്തെയും ക്രിസ്തു കണ്ടു. അതുകൊണ്ട് ക്രിസ്തു അവനോട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഈ മനുഷ്യൻ തൻ്റെ ഭവനത്തിൽ പിറ്റേ ദിവസമാണ് എത്തുന്നത്. അങ്ങനെ എത്തുമ്പോൾ തൻ്റെ മകൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തന്നെ അവന് സമയം അന്വേഷിക്കുന്നു. ക്രിസ്തു പറഞ്ഞതായ സമയം, അവൻ്റെ മകൻ സൗഖ്യമായ സമയം, ഇത് രണ്ടും യോജിപ്പിച്ച് നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ക്രിസ്തു പറഞ്ഞ ആ നാഴികയിൽ, ക്രിസ്തു പറഞ്ഞ ആ നാഴികയിൽ തൻ്റെ മകൻ സൗഖ്യമായി എന്ന് അവന് മനസ്സിലായി. അപ്പോൾ ഇവിടെ മറ്റൊരു അത്ഭുതമാണ് നടക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും അത്ഭുതങ്ങളിലൂടെയാണ് മനുഷ്യൻ വിശ്വസിക്കുന്നത്. അത്ഭുതങ്ങളിലൂടെയും അതിശയങ്ങളിലൂടെയുമാണ് മനുഷ്യൻ വിശ്വസിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വിശ്വസിക്കുന്നു, മറിച്ച് ഇതല്ലാതെ നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് ക്രിസ്തു അവരോട് പറയും. അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറയുന്നത് എപ്പോഴും ദൈവീകം ആയിരിക്കണമെന്നില്ല. നാമൊക്കെ പലപ്പോഴും ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിറകെ ഓടുന്നവരാണ്. ഇന്നടത്ത് വലിയ സൗഖ്യം നടക്കുന്നു, അല്ലെങ്കിൽ ഇന്നടത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു. നമ്മുടെയൊക്കെ ചുറ്റുപാടൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ കാഴ്ചകളൊക്കെ. അതുകൊണ്ട് അങ്ങോട്ട് ഓടും, ഇങ്ങോട്ട് ഓടുന്നു, അവിടെ ഓടുന്നു. അപ്പം അത്ഭുതങ്ങൾ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുന്നതായ ഒരു ജനത, അവരോടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഇതില്ലാതെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ. ഞാൻ പറഞ്ഞു, അത്ഭുതങ്ങൾ എല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല. കാരണം നാം ഇത് മോശയുടെ ചരിത്രത്തിൽ നാം പഠിക്കുന്നുണ്ട്. മോശ വടിയെ സർപ്പമാക്കുന്നു, അതേപോലെ തന്നെ മന്ത്രവാദികളും വന്ന് അപ്രകാരം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ഭുതമെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാകുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുവാനായി സാധിക്കത്തില്ല. യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നത്, ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നത് അത്ഭുതങ്ങൾ കണ്ടിട്ടാകരുതേ എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത്ഭുതത്തിൻ്റെ പുറകെ ഓടി വിശ്വസിപ്പാനായി നിൽക്കരുതേ എന്നുള്ള വലിയ ഒരു മെസ്സേജാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. ആ രാജഭൃത്യൻ്റെ ആ ഒരു വിശ്വാസം നമ്മൾ നോക്കണം. അവൻ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചു, യേശു എൻ്റെ മകനെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന്. അങ്ങനെ അവൻ ഉറച്ചു വിശ്വസിച്ചപ്പോൾ അവൻ്റെ വിശ്വാസം യാഥാർത്ഥ്യമായി വരുന്നു എന്ന് നാം കാണും. നാം ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ ചുറ്റും നിന്നവർ പറയുന്നത് പോലെ ആകരുത്. എന്താണ്? നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വരിക, നിന്നെ തന്നെ രക്ഷിക്കുക, അതിനുശേഷം ഞങ്ങളെ രക്ഷിക്കുക. ഇതാകരുത് നമ്മളുടെ വിശ്വാസം എന്നാണ് നാം ഈ ഭാഗത്ത് നിന്നും പഠിക്കുന്നത്. അടുത്തത് ബത്സൈദയിലെ അതിശയം. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്ര സംഭവമാണത്. ക്രിസ്തു കുളക്കടവിൽ വരുമ്പോൾ അവിടെ രോഗിയായി കിടക്കുന്ന അനേകരുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഒരു മനുഷ്യൻ 38 വർഷമായി അവിടെ കിടക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യനെ കണ്ട് ക്രിസ്തു അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുണ്ടോ?
ഒരു വിചിത്രമായ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് തോന്നാം. 38 വർഷമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുണ്ടോ? പക്ഷേ ആ ചോദ്യം ചോദിച്ച നാഴികയിൽ അവൻ പറഞ്ഞത് ഉണ്ട് കർത്താവേ എന്നുള്ളതാണ്. ഈ മനുഷ്യന് ആഗ്രഹമുണ്ടായിരുന്നു സൗഖ്യം പ്രാപിക്കണം. പക്ഷേ അവൻ കിടന്നിരുന്നതായ സ്ഥലം അത് ശരിയായ സ്ഥലമല്ലായിരുന്നു. ആ കുളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചരിത്രപരമായി നമുക്ക് വലിയ അറിവൊന്നുമില്ല. ഇതിനെക്കുറിച്ച് തന്നെ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഒരു കാര്യം ശരിയാണ്, ക്രിസ്തു അവിടെ വരികയും ഈ മനുഷ്യൻ്റെ അടുത്ത് പറയുകയാണ്, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക. മനുഷ്യൻ അവൻ അതൊന്നും ഓർത്തില്ല. പെട്ടെന്ന് അവൻ എഴുന്നേറ്റു, അവൻ്റെ കിടക്കയെടുത്തു, അവൻ നടന്നു. ഒരുപക്ഷെ തിരിഞ്ഞ് ക്രിസ്തുവിനെ ഒരു താങ്ക്സ് പോലും പറഞ്ഞു കാണുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പ്രശ്നം അവിടെയല്ല. ഈ മനുഷ്യൻ ദേവാലയത്തിൽ ചെല്ലുന്നു. ദേവാലയത്തിൽ ഒരുപക്ഷെ ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ചെന്നത്. എന്നാൽ ഈ വാർത്ത മറ്റുള്ളവരറിയുകയും അവർ ഈ മനുഷ്യനെ തേടിച്ചെന്ന് ദേവാലയത്തിൽ വെച്ച് കാണുകയും അവരോട് നീ അവിടെ കിടന്നവനല്ലയോ, നിന്നെ ആരാണ് സൗഖ്യമാക്കിയത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ അടുത്ത് ഒരാൾ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞ് ഞാൻ നടന്നു, ഞാൻ സൗഖ്യമായി. അപ്പോഴാണ് സദാചാരം അവിടെ ഉടലെടുക്കുന്നത്. ഇന്ന് എന്താണ്? ശബതല്ലയോ? ശബതിൽ കിടക്കയെടുത്ത് നടക്കാമോ? 2, ശബതിൽ സൗഖ്യമാക്കാമോ? ഇത് രണ്ടും പരീശന്മാർ ഉന്നയിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കിതൊന്നും അറിയണ്ട, എൻ്റെ അടുത്ത് കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു, ഞാൻ നടന്നു. അപ്പോഴവർ ഇതാരാണെന്ന് ചോദിച്ചിട്ടും അവന് വ്യക്തമായ മറുപടി പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കി അവർ ക്രിസ്തുവിനെ ഉപദ്രവിക്കുവാനായി അന്വേഷിക്കുന്നതായിട്ടാണ് നാം പിന്നീട് കാണുന്നത്. എന്നാൽ ഇവിടെ വെച്ച് തന്നെ ക്രിസ്തു വീണ്ടും ഈ മനുഷ്യനെ കണ്ടുമുട്ടുകയും അവനോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യുക, നീ ഇനിയും അധികം പാപം ചെയ്യരുത്, അധികം തിന്മയായത് ചെയ്യരുത് എന്ന് അവനോട് പറയും. അപ്പോൾ ഇവിടെ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള വിശ്വാസം, ആ ക്രിസ്തുവിലുള്ള വിശ്വാസം അവനെ രോഗവിമുക്തനാക്കി മാറ്റി. ഈ വിശ്വാസമാണ് എല്ലാവർക്കും വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. ഇതാണ് ഈ ഉറച്ച വിശ്വാസം. എന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ ക്രിസ്തുവാകുന്നു എന്ന ഉറച്ച വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി. എല്ലാ രോഗങ്ങളും പാപം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ പാപം രോഗത്തിലേക്ക് നമ്മളെ നടത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ക്രിസ്തുവോട് പറഞ്ഞു, ഇനിയും നീ പാപം അധികം തിന്മയായത് ചെയ്യരുതേ എന്ന് പറയുന്നത് നാം കാണും. ഇനിയും അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. കഠിന ഹൃദയങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെയുള്ള ഭാഗത്താണ് നാം അത് കാണുന്നത്. ഈ മനുഷ്യൻ, നമ്മൾ നേരത്തെ പറഞ്ഞു, സൗഖ്യമായ ഈ മനുഷ്യൻ അവൻ കിടക്കയെടുത്ത് നടന്നു. ഇത് സംഭവിക്കുന്നത് ശബത്തിലായതുകൊണ്ട് ഈ കിടക്കയെടുത്തു നടക്കുക എന്ന് പറയുന്നത് ഒരു ജോലിയാകുന്നു എന്ന് പരീശന്മാർ ചിത്രീകരിച്ചു. ഒരു നന്മ കണ്ടിട്ടും ആ നന്മയെ അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. ഇനി 2, ഈ പ്രവൃത്തി നടത്തിയതും ശബത്തിലാണ്, കർത്താവ് നടത്തിയതും ശബത്തിലാണ്. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ തെറ്റുകാരാകുന്നു. ക്രിസ്തുവും തെറ്റുകാരനാകുന്നു, ഈ മനുഷ്യനും തെറ്റുകാരനാകുന്നു. കാരണം ഈ ശബത്തിൽ അങ്ങനെ ചെയ്യേണ്ടതായ അടിയന്തര സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് അവരുടെ വാദം. കാരണം 38 വർഷമായി കിടക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഇപ്പോഴും സൗഖ്യമാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് തന്നെയല്ല, ആ മനുഷ്യൻ ആ നിമിഷം കിടക്കെടുത്തുകൊണ്ട് നടക്കേണ്ടത് കാര്യവുമില്ല, അവൻ വൈകിട്ടായിട്ട് പോയാൽ പോരെ എന്നുള്ള ചിന്തയാണ്
അപ്പോൾ അവരുടെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നതൊക്കെ മാനുഷികമായ ചിന്തകളും മാനുഷികമായ പ്രവൃത്തികളും ആയിരുന്നു. അവരുടെയൊക്കെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയതായിരുന്നു. അവർക്ക് ശരിയായി കാര്യങ്ങളെ വീക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. ഉള്ളൂർ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് പറയുന്ന അകക്കണ്ണ് തുറക്കാൻ ആശാൻ ബാല്യത്തിലെത്തണമെന്ന്. അപ്പോൾ അകക്കണ്ണ് തുറക്കുവാൻ നമ്മളുടെ ദൈവീക വചനം നമ്മളുടെ ഉള്ളിലേക്ക് വന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നാമൊക്കെ ഈ മങ്ങിയ കണ്ണടകൾ കൊണ്ടാണ് നടക്കുന്നത്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം എന്ന് ഒരു കവി പാടിയിട്ടുണ്ട്. അപ്പം ഈ മങ്ങിയ കണ്ണടകൾ മാറ്റി നാം കർത്താവിൻ്റെ പ്രവൃത്തികളെ ബൈബിൾ അധിഷ്ഠിതമായി നാം കാണുകയാണെങ്കിൽ നാം ഈ മാനുഷികമായ കൽപ്പനകളെ മാറ്റിക്കളയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുമാത്രമല്ല, ഇപ്പോൾ പലരും ഈ ആത്മീക കാഠിന്യം, നമ്മുടെ എല്ലാം മനസ്സിലതാണ് ആത്മീക കാഠിന്യം, ഞാനാണ്, ഞങ്ങളാണ് ശരി എന്ന് പരീശന്മാർ പറഞ്ഞതുപോലെയാണ് പലപ്പോഴും നമ്മളും ചിന്തിക്കും. നമുക്കടുത്ത ഭാഗത്തേക്ക് കടക്കാം. വ്യാഴാഴ്ചത്തെ യേശുവിൻ്റെ അവകാശവാദങ്ങൾ. യോഹന്നാൻ ഈ സുവിശേഷത്തിലൂടെ നാം കാണുന്നത്, യോഹന്നാൻ ഈ സുവിശേഷത്തിലൂടെ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുകയാണ്. എന്തായിട്ട്? ക്രിസ്തുവിനെ മശിഹ ആകുന്നു എന്ന് യോഹന്നാൻ വളരെ വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ അദ്ദേഹം അത് പകർത്തുമ്പോൾ 9 വാക്യങ്ങളിൽ ഈ അതിശയത്തെ വിവരിക്കുമ്പോൾ 40 വാക്യങ്ങളിലൂടെ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അവിടെ വീണ്ടും ക്രിസ്തുവിനെ ദേവാലയത്തിൽ വെച്ച് പരീശന്മാർ കണ്ടുമുട്ടുന്നു. അവർ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യുമ്പോൾ ക്രിസ്തു അവരോട് പറയുന്നുണ്ട്, എന്താണ്? പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. പിതാവ് അറിഞ്ഞിട്ടല്ലാതെ പുത്രൻ സ്വയമേ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നെല്ലാം അവരോട് പറയുന്നതായ കുറേ ഭാഗങ്ങൾ നമുക്കിവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും പരീശന്മാർ പറയുന്ന എന്താണ്? ഓ, ഇവൻ സ്വയം ദൈവമായി മാറും, അല്ലെങ്കിൽ ഇവൻ പിതാവിന് തുല്യനെന്ന് പറയുന്നു. അപ്പോഴത് ദൈവദൂഷണമാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. അത് ദൈവദൂഷണം ആകും. അപ്പോൾ അവിടെ കയറി ക്രിസ്തുവിനെ അവർ പിടിക്കുക. ക്രിസ്തു വീണ്ടും താഴോട്ട് സംസാരിക്കുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും 3 കാര്യങ്ങൾ ക്രിസ്തു സ്ഥാപിക്കുന്നുണ്ട്. അതിലൊന്ന്, ആദ്യത്തേത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെയാണ്. ഞാനും പിതാവും ഒന്നായിരിക്കുന്നു എന്ന് ക്രിസ്തു പറയുന്നതായ കാര്യങ്ങൾ നമുക്ക് കാണാം. രണ്ടാമതായിട്ട്, അതിന് ഉപോദ്ബലകമായി ക്രിസ്തു സാക്ഷികൾ, അതായത് സ്നാപക യോഹന്നാൻ തുടങ്ങി തിരുവചനം, അങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞവർ, ഇതെല്ലാം ക്രിസ്തു ആരാകുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളായി നിരത്തുന്നുണ്ട്. ഇനി മൂന്നാമതായി, ഈ കുറ്റപ്പെടുത്തുന്നവരുടെ ശിക്ഷാവിധി എന്താകാൻ പോകുന്നു എന്നുള്ളത് ക്രിസ്തു അവരെ എടുത്തു കാണിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും ക്രിസ്തു അവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കുവാനായിട്ടുള്ളത്, നാം പഠിക്കേണ്ടത്, ക്രിസ്തുവിനെ നാം എങ്ങനെ കാണും, ക്രിസ്തുവിനെ നാം ആരായി കാണും, എന്തുകൊണ്ട് നാം ക്രിസ്തുവിനെ പിൻഗമിക്കുന്നു. ഇന്ന് പലരും ക്രിസ്തുവിനെ പിൻഗമിക്കുന്നത് വ്യത്യസ്തമായ താല്പര്യത്തോടു കൂടിയാണ്. സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പിൻഗമിക്കുന്നവരുണ്ട്, രോഗസൗഖ്യത്തിന് വേണ്ടി പിൻഗമിക്കുന്നവരുണ്ട്, പിന്നെ സമൂഹത്തിൽ ക്രിസ്ത്യാനിയാണെന്ന് കാണിക്കുവാൻ വേണ്ടി പിൻഗമിക്കുന്നവരുണ്ട്. എന്നാൽ ഇതൊക്കെയാണോ നാം പിൻഗമിക്കുന്നതിൻ്റെ കാരണങ്ങളെന്ന് ചിന്തിക്കുക. എന്തുകൊണ്ട് നാം ക്രിസ്തുവിനെ പിൻഗമിക്കുന്നു, എങ്ങനെ നാം ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു? അത്ഭുതങ്ങളും അടയാളങ്ങളിലും കൂടെയല്ല, മറിച്ച്
ക്രിസ്തു നമ്മുടെ മശിഹയാകുന്നു, രക്ഷകനാകുന്നു. ഇതാണ് നാം വിശ്വസിക്കേണ്ടത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ മനോഹരമായ അവസരത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പഠിക്കുവാനും അതിലൂടെ ക്രിസ്തു എപ്രകാരം മശിഹയായി ഉയർത്തിക്കാട്ടിയിരിക്കുന്നു എന്ന് ഗ്രഹിക്കുവാനും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്യും. കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാവർക്കും നന്മ കർത്താവ് നൽകണമേ. ഞങ്ങളുടെ വിശ്വാസം വളരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.